ഒരിക്കലും എനിക്ക് തിരുത്താൻ പറ്റാത്തൊരു വേദനയാണ്. എനിക്കൊരു വലിയൊരു കാര്യം പറയാനുണ്ട് സൂചിച്ചേട്ടൻ്റെ അടുത്ത്. ചേട്ടൻ മരിക്കുന്നതിൻ്റെ അന്ന് ഞങ്ങൾ സൗന്ദര്യപ്പിണക്കമാണല്ലോ, ചെറുതായിട്ട് വഴക്ക് നടന്നു. വേറൊന്നുമല്ല, വേഗം വാ എന്നുള്ള ഒരു ഇതിൽ എനിക്ക് കാണണം, ഏട്ടനെ കാണണം, കുഞ്ഞിന് വയ്യ, പപ്പായ്ക്ക് വയ്യ. ലാസ്റ്റ് സെൽഫി ടിനിച്ചേട്ടനും പ്രചോദനനും ഒക്കെ ആയിട്ട് സൂചിച്ചേട്ടൻ എടുത്ത് ലാസ്റ്റ് സെൽഫി. അപ്പം ഞാൻ ഏട്ടോ എന്നൊന്നും മെസ്സേജ് അയച്ചിട്ടൊന്നും റീഡ് ആവുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ പിണക്കം മാറി ഏട്ടാ എന്നൊരു ലവ് ചിഹ്നം ഞാൻ ഇട്ടു, പിണക്കം മാറിയെന്നറിയിക്കാൻ. ആ ലവ് ചിഹ്നം ഏട്ടൻ കണ്ടില്ല. ഏട്ടനെ കാണുവാണ്, എനിക്ക് അത് മാത്രമേ പറയുള്ളൂ. ഏട്ടൻ എനിക്കൊരു പിണക്കവും ഇല്ല, ഞാൻ ലവിന്റെ ചിഹ്നം ഇട്ടു എന്നാണ്. ഏട്ടൻ അത് റീഡായില്ല, അതിന് മുന്നേ ഏട്ടൻ പോയി. എന്തെങ്കിലും എനിക്ക് കാണാൻ പറ്റിയ ഞാൻ ഏട്ടനോട് പറയട്ടെ, എനിക്കൊരു പിണക്കവും ഇല്ലായിരുന്നു, ഇപ്പോഴും പിണക്കവും ഇല്ല. സുചേട്ടൻ മുന്നേ വരിക, വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ചേച്ചിക്ക് പറയാനുണ്ടാവും? ഇപ്പോഴും എനിക്ക് ഒരു പിണക്കവും ഇല്ല സൂചിച്ചേട്ടൻ്റെ അടുത്ത് പറയാൻ. പക്ഷെ അവസരം, നമുക്ക് കാലങ്ങൾ പോയില്ലേ, ആ ഒരു നിമിഷം. ഞാൻ വീഡിയോസിൽ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, മരിച്ചവരെ കാണിക്കുന്ന മെന്റലിസ്റ്റുകളില്ലേ, സുധിച്ചേട്ടനൊന്ന് കാണും. സുധിലയത്തിൽ തന്നെ വന്ന് കാണിച്ചു തരണം. ഏറ്റവും വലിയൊരു ആഗ്രഹം എനിക്കൊന്ന് ഒറ്റ പ്രാവശ്യം ഒന്ന് കണ്ടാൽ മതി സൂചിച്ചേട്ടനെ. ആടെ ആ ഒരു എനിക്ക് കാണണം, ഭയങ്കര ആഗ്രഹമാണ്. എനിക്കൊന്ന് സൂചിച്ചേട്ടനെ കാണിച്ചു തന്നാൽ ഒരുപാട് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എനിക്ക് തരാനില്ല അവർക്ക്. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് അതും എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരിക്കും. സുധിച്ചേട്ടന്റെ മരണശേഷം ചേച്ചി ഇങ്ങനെ പോകുന്നത് കൊണ്ട് സുധിച്ചേട്ടന്റെ ആത്മാവ് പോലും വിഷമിക്കുന്നുണ്ട്. എങ്ങനെ പോകുന്നതുകൊണ്ട് സൂചിച്ചേട്ടന്റെ ആത്മാവ് എങ്ങനെ ഈ എന്താണ് ഐശ്വര്യ പറഞ്ഞത് കറക്റ്റാണ്. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്നവര്? ഞാൻ പോകുന്ന എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കാനാണ്. എന്റെ വീട്ടില് ആള് സന്തോഷിക്കുന്നത്, എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഇവള് ആഹാരം കൊടുക്കുന്നത്, എന്റെ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോയില്ലല്ലോ ഇവള്. അങ്ങനെ പറയുന്നവർക്ക് വേണ്ടി ചോദിക്കാം, നിങ്ങളുടെ അടുത്ത് ഞാൻ എന്ത് ചെയ്തു? നിങ്ങളുടെ ഹസ്ബൻഡിനെ ഞാൻ വന്ന് പിടിച്ചോണ്ട് വന്നോ? നിങ്ങളുടെ മക്കളെ ഞാൻ ഉപദ്രവിച്ചോ? നിങ്ങളെ ഉപദ്രവിച്ചോ? അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനെ ഉപദ്രവിച്ചോ? അതിനകത്ത് വരുന്ന കമന്റ് ആണ്, ഇവള് ചത്തില്ലേ? അത് പ്രാക്കുണ്ടല്ലോ നല്ല രീതി. എന്തൊക്കെ സുധിച്ചേട്ടൻ നിന്നെ കൊല്ലുപടി, മറ്റവളെ മറിച്ച് നീ ചത്തില്ലേടി? ചാകത്തില്ല അങ്ങനൊന്നും. രേണുസുതി അങ്ങനൊന്നും ചാകത്തില്ല. ഇപ്പൊ മനസ്സിലായില്ലേ രേണുസുതിക്ക് ഹൈസ് ഉണ്ടെന്ന്? അല്ല, ഞാൻ ചോദിക്കാം, ഞാനൊരു മനുഷ്യനാണ്. ഇപ്പം സ്വന്തം കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊല്ലുന്നവരുണ്ടല്ലോ, കാമുകന് വേണ്ടിയിട്ട് കടലിൽ അടിച്ചു കൊന്നത്. അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ. 2 മക്കളെ പൊന്നുപോലല്ലേ ഞാൻ നോക്കുന്നത്. സുധിച്ചേട്ടൻ ഇല്ലാത്തതിന്റെ പേരിലാണ് ഞാൻ ഈ തരത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഉണ്ടായിരുന്നെങ്കിൽ ഇതെങ്ങനെ തിരിഞ്ഞേനെന്നാ ചേച്ചി വിശ്വസിക്കുന്നത്? ഒരു നെഗറ്റീവും കിട്ടത്തില്ല എനിക്ക്, ഒരു നെഗറ്റീവും എനിക്ക് കേൾക്കത്തില്ല. കാരണം ആളുണ്ടല്ലോ, പിന്നെ ഇവന്മാരെന്നാ നെഗറ്റീവ് അടിക്കാനാ? വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633 888 575. നമസ്കാരം. ഇനി പ്രതിസന്ധി ഘട്ടങ്ങൾ ഇനി എത്ര തന്നെ വലുതാണെങ്കിലും അത് ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെയാണ് നേരിടാൻ തീരുമാനിച്ചതെന്ന് തീരുമാനിച്ചുറപ്പിച്ച ഒരാളാണ് ഇന്ന് എൻ്റെ ഓടൊപ്പം ഉള്ളത്, രേണുസുതി. നമസ്കാരം ചേച്ചി. ഞാൻ ഈ പറഞ്ഞത് ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ? അതെ അല്ലേ? കാരണം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ, അതായത് എല്ലാവരും ചേച്ചിയുടെ ചിരിച്ച ഫേസും അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ടുള്ള കാര്യം പറച്ചിലുകളും മാത്രമേ വീഡിയോകളിലൂടെ കാണുന്നുള്ളൂ. പക്ഷെ ചേച്ചി അതുപോലെ തന്നെ ഓരോ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളും അതുപോലെ തന്നെ ചിരിച്ചുകൊണ്ട് നേരിട്ട് വരികയാണ്. ഇപ്പൊ തന്നെ ആയാലും നമ്മൾ അറിഞ്ഞിരുന്നു ചേച്ചിക്ക് എന്തോ ഒരു ആക്സിഡന്റ് എന്തോ പറ്റിയെന്നോ, അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം അതിനകത്ത് തന്നെ കമന്റ് വന്നിട്ടുണ്ട്, ഇവളെ ചത്തില്ലേ, മുടിയാനായിട്ട് ഇവളെ സുധിച്ചേട്ടൻ കൊല്ലും. എനിക്കറിയില്ല. ഞാൻ അങ്ങനെ പറയുന്നവർക്ക് വേണ്ടി ചോദിക്കാം, നിങ്ങളുടെ അടുത്ത് ഞാൻ എന്ത് ചെയ്തു? നിങ്ങളുടെ ഹസ്ബൻഡിനെ ഞാൻ വന്ന് പിടിച്ചോണ്ട് വന്നോ? നിങ്ങളുടെ മക്കളെ ഞാൻ ഉപദ്രവിച്ചോ? നിങ്ങളെ ഉപദ്രവിച്ചോ? അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനെ ഉപദ്രവിച്ചോ? അതിനകത്ത് വരുന്ന കമന്റ് ആണ്, ഇവള് ചത്തില്ലേ. ഞാൻ ഇന്ന് കണ്ടാണ്, ഞാൻ ഞെട്ടിപ്പോയി. ഞാനൊരു കാര്യം അവരോട് പറയാം, അങ്ങനെയൊന്നും ചാകത്തില്ല രേണുസുതി. കാരണം ഈ പുറകെ ഇരിക്കുന്ന ആളല്ലേ സുധിച്ചേട്ടന്റെ കാവലും ദൈവത്തിന്റെ കാവലും ഉള്ളിടത്തോളം കാലം. പിന്നെ കേൾക്കുന്നുണ്ട്, എനിക്കിപ്പോൾ അത് മനസ്സിലായി. കാരണം 3 ആക്സിഡന്റ് ആണ് ചെറുതിനെ ഇങ്ങനെ വന്നു വിട്ടത്. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് KSRTC ബസ്സിലാണ് പൊക്കോണ്ടിരുന്നത്. അപ്പൊ നല്ല ക്ഷീണം, വെളുപ്പിന് സമയം, ഒരു 2 മണി 3 മണിയോടായി, കോട്ടയം അടുക്കാറായി. ഞാൻ ഇങ്ങനെ ഉറങ്ങി, ഇങ്ങനെ ഒരു ഇടി ഇടിച്ച് കമ്പിക്കിട്ട്. അപ്പൊ കമ്പിക്കിട്ട് ഇടിച്ചപ്പോ, അത് നോൺ AC ആണ് കേട്ടോ, സാധാരണ ബസ്. അപ്പൊ ഇടിച്ചപ്പോ എനിക്കൊന്നും തോന്നിയില്ല, മരച്ചുപോയി. രണ്ടാമത്തെ ഇടിക്ക് ഒരു സാധനം ചീറ്റുന്ന കണ്ടു ഇവിടുന്ന് നോക്കിയോ, ബ്ലഡ് ഒഴുകും എതിരെ, ഒറ്റ ഇടിക്ക് ബ്ലഡ് ഒഴുകും, ഇങ്ങനെ കിഴിഞ്ഞു പോയി. അതാണ് സൂചന, ഫസ്റ്റ് അപകടം. എന്തുവാ ഇങ്ങനെ സംഭവിച്ച്?
അപ്പൊ വീട്ടിൽ വന്നിട്ട് മരുന്നൊക്കെ വെച്ച് വെളുപ്പിനെ മരുന്നൊക്കെ വെച്ച് പിന്നെ കുഴപ്പമൊന്നുമില്ല, അത് കരിഞ്ഞു കേട്ടോ, ഇപ്പൊ പാടൊന്നുമില്ല. അതിനുശേഷം തൻസീറിന്റെ വർക്കിന് പോയിട്ട് തിരിച്ചു വരും. അപ്പം പ്രതീഷ് നേരെ തൃശ്ശൂർ ഇറങ്ങി, ഞാൻ എറണാകുളം വരെയുള്ള ട്രെയിൻ ഞാൻ ഇറങ്ങിയിട്ട് വയലിലേക്ക് പോകുന്ന സമയത്ത് ഒരു KSRTC വന്ന് നല്ലതായിട്ട് തന്ന് ഇടിച്ച്. എന്തായാലും ഞാൻ അടിയിലോട്ട് പോകുന്നതിന് വരെ ഇപ്പുറത്തോട്ടാണ് ഞാൻ വീണത്. അത് ഇവിടെ വാണ് ഇടിച്ചത്, ഇവിടെ നന്നായിട്ട് മുറിഞ്ഞു. ഇവിടെ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല, ഇവിടെ നന്നായിട്ട് മുറിഞ്ഞ് തൊലി ഇങ്ങ് പോയി. ഇവിടെ ചതവ്, ഇവിടെയും ചതവ്, ഇവിടെയും ചതവ്. തിരിച്ചു വന്ന് അതിന് ശേഷം എറണാകുളത്ത് വേറൊരു ഷൂട്ടിന് ശേഷം ഞങ്ങളിങ്ങനെ ഇതുപോലെ തന്നെ പ്രതീക്ഷയും കൂടെ ഉണ്ട്, പട്ടാമ്പിയിൽ ഇറങ്ങണം. അപ്പം പട്ടാമ്പി വരെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു, ടീച്ചറും ഫാമിലി. അവർ ഞങ്ങളോട് ഭയങ്കര സംസാരിച്ച് സെൽഫി എടുത്ത് സംസാരിച്ച് പോയി. പട്ടാമ്പി സ്റ്റേഷൻ എത്താറായി. അപ്പം പ്രതീക്ഷ 3 ബാഗും എടുത്ത്. അപ്പം ഈ ട്രെയിൻ ഭയങ്കര ജെർക്കുള്ള ട്രെയിനാണെന്ന് TTR അവിടെ പറയുന്നത് കേട്ട്. ഞങ്ങളോട് തന്നെയാണ് പറഞ്ഞു, ഞങ്ങൾ വെള്ളം മേടിക്കുന്നത്. അപ്പം മോളെ ഇത് ഇവിടെ മാറി നിന്നോളൂ, ഞങ്ങൾ വെള്ളം മേടിക്കാൻ നിന്ന്, ജെർക്കുള്ള ട്രെയിനാണ്, നിങ്ങൾ അകത്തോട്ട്. അപ്പം ശരിയെന്ന് പറഞ്ഞപ്പോൾ TTR 2 വാതിലും പൂട്ടിയിട്ടേക്കുക. പൂട്ടിയിട്ട് നമുക്ക് AC കമ്പാർട്ട്മെന്റ് പൂട്ടിയിടുമല്ലോ. ഇവൻ തുറക്കാൻ നോക്കിയിട്ടൊന്നും ഡോറ് തുറക്കുന്നില്ല. ഇതെന്തുവാന്ന് പറഞ്ഞു ഇവൻ തുറന്നപ്പത്തേന് ട്രെയിൻ പതുക്കെ എടുത്തു മുന്നോട്ട്. ചെറുക്കൻ അവൻ ചാടി ഇറങ്ങി. 3 ബാഗും കൊണ്ട് അവൻ ഇറങ്ങി. ഏതായാലും 3 ബാഗ് അവൻ അടുത്ത് എൻ്റെ ഒരു ഫോണും ഉണ്ട്, ഹെഡ്സെറ്റ് എപ്പോഴും ഉണ്ട്, ഹെഡ്സെറ്റും ഉണ്ട്, പാട്ട് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. എന്ന് വെച്ചിട്ട് എനിക്ക് എന്നാ ചെയ്യണമെന്ന് വെപ്രാളം. ഇപ്പൊ ഇറങ്ങണം, എന്നെ ട്രെയിൻ മുന്നോട്ടെടുത്ത്. ഇത് 1ാമത്തെ ജെർക്കുള്ള ട്രെയിനാണ്, ഇങ്ങനെയാ പോകുന്നത്. എടുത്തിട്ടൊരു ഇതുണ്ട്, എന്നാ ചെയ്യണമെന്നില്ല. ട്രെയിൻ അങ്ങോട്ട് പോകുന്നു. ഇവൻ ചാടി ഇറങ്ങിയത് ഇങ്ങോട്ടാണ്, ട്രെയിൻ പോകുന്ന അതേ ദിശയിലാണ് പ്രതീക്ഷ ചാടി ഇറങ്ങിയത്. അതുകൊണ്ട് അവൻ വീണില്ല, അവൻ ബാലൻസ് ചെയ്ത് നിന്ന്. എനിക്കിത് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ ചാടേണ്ടത്. പ്രതീക്ഷ കൈ തരുന്നുണ്ട്, ചേച്ചി വരാൻ പറഞ്ഞു. ഒരൊറ്റ ചാട്ടത്തിന് ഇറങ്ങിയതാ. നേരെ ഫ്രണ്ടിലോട്ട് ചെന്ന് കുറച്ച് ബാക്കിലോട്ട് വന്ന് ഇവിടെ ഇടിച്ച് തലയിടിച്ച് പ്ലാറ്റ്ഫോമിലോട്ട് ഒറ്റ വീഴ്ച. പ്രതീക്ഷ കാറിപ്പോ ചേച്ചി അവൻ കൈ തന്നെ പറ്റുന്നില്ല. എൻ്റെ തലയാണ് ഇത്രയും ചുറ്റും. ഞാൻ ഓർത്തിന് ബ്ലഡ് വരുമെന്ന് നോക്കിയപ്പോൾ ബ്ലഡ് ഒന്നുമില്ല, തല ഇടിച്ച് മുഴച്ചിട്ടുണ്ട്, നല്ല വേദനയുണ്ട് തലയ്ക്കകത്ത്. ഇവിടെ ഇടിച്ച് ആ മുറിവില്ല, കഴിഞ്ഞ ദിവസം KSRTC ഇടിച്ചാല് ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ആ മുറിവ് ഒന്നും കൂടെ മുറിഞ്ഞു. അപ്പം ഗുളിക കഴിക്കാൻ മടിയാണ്ട് പ്രതീക്ഷ പിറ്റേ ദിവസം ലൊക്കേഷൻ ചേച്ചി ഗുളിക കഴിച്ചെന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേന് ഞാൻ ഗുളിക കഴിക്കാൻ വെള്ളം എടുത്തെന്ന് ചേച്ചി കഴിച്ചതെന്ന് പറഞ്ഞ് അവൻ അത്രയ്ക്ക് കെയറിങ് ആണ്. അപ്പം അങ്ങനെ കഴിച്ചപ്പോഴത്തേനാണ് മീഡിയക്കാരുണ്ടായിരുന്നു, അവർ വെച്ച് എന്തിന്റെ ഗുളിക, അപ്പം പറഞ്ഞ ട്രെയിനിൽ നിന്ന്. അങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി സ്പ്രെഡ് ആയത്. ഏകദേശം 4 ആക്സിഡന്റ് മൂന്നെണ്ണം അടുപ്പിച്ചായിട്ട്. അത് പ്രാക്കുണ്ടല്ലോ നല്ല രീതി. എന്തൊക്കെ സുധിച്ചേട്ടൻ നിന്നെ കൊല്ലുപടി, മറ്റവളെ മറിച്ച് നീ ചത്തില്ലേടി, ചാകത്തില്ല അങ്ങനൊന്നും. രേണുസുതി അങ്ങനൊന്നും ചാകത്തില്ല. ഇപ്പൊ മനസ്സിലായില്ലേ രേണുസുതിക്ക് ഹൈസ് ഉണ്ടെന്ന്. മുറിച്ചാലും മുറിവ് കൂടുന്ന ഐറ്റമാണേ, പരാകുന്നവരുടെ അടുത്ത് പറഞ്ഞേക്കുക. അല്ലേച്ചി ഇതിപ്പം ചേച്ചി ഇപ്പൊ ഈ ഒരു 3 ആക്സിഡന്റിന്റെ പേര് ഇപ്പൊ പറഞ്ഞില്ല, ഇത്രയും നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോ പോലും അതിന് പോലും ഇനി കമന്റ് വന്നിട്ടുണ്ട്. അവള് ചുമ്മാ പറയുന്ന, ഇവള് വ്യൂ കിട്ടാൻ വേണ്ടിട്ട്. എനിക്ക് എന്തിനാണ്, ഞാൻ ആക്സിഡന്റ് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് വ്യൂ കിട്ടാൻ ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? അതിനുള്ള തെളിവ് എന്റെ ചാനൽ രേണുസുതി ഒഫീഷ്യൽ ചാനലിലൂടെ ഞാനത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് എടുത്തിട്ട് തരുന്നുണ്ട്. എന്റെ ചാനലിൽ കൂടെ തന്നെ ഞാനത് കാണിക്കുന്നുണ്ട്. അതിനകത്ത് എന്റെ സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം. അപ്പോഴെങ്കിലും മനസ്സിലാവുമല്ലോ. അതെ ചേച്ചി ഡീറ്റെയിൽ ആയിട്ടെല്ലാം പറയുന്നുണ്ട്. അപ്പം ഞാൻ ഈ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഒരു വിവരങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ, ഈ 3 ആക്സിഡന്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ സുധിച്ചേട്ടന്റെ ഒരു മരണശേഷം ചേച്ചി ഇങ്ങനെ പോകുന്നത് കൊണ്ട് സുധിച്ചേട്ടന്റെ ആത്മാവ് പോലും വിഷമിക്കുന്നുണ്ട്. എങ്ങനെ പോകുന്നതുകൊണ്ട് സുധിച്ചേട്ടന്റെ ആത്മാവ് എങ്ങനെ ഈ എന്താണ് ഐശ്വര്യ പറഞ്ഞത് കറക്റ്റ് ആണ്. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്നവര്? എനിക്കറിയില്ല. കാരണം ചേച്ചി ഞാൻ പോകുന്ന എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കാനാണ് എന്റെ വീട്ടില്, അല്ലാതെ അഴിഞ്ഞാടാനല്ല ഞാൻ പോകുന്നത്. അഴിഞ്ഞാടാൻ പോകുന്ന ഞാനിപ്പോ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ മേടിച്ചേ, കിട്ടുന്ന പൈസ മുഴുവൻ ഞാൻ ആഭരണം മേടിച്ചാൽ തീർത്തേനല്ലോ. എനിക്ക് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വരുമാനമാണ്, അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് പിള്ളേർക്ക് കൊടുക്കുന്നതാണോ സൂചിച്ചേണ്ട ആത്മാവിന് സങ്കടമാണ് ഇവന്മാര് പറയുന്നത്? ആളുടെ ആത്മാവ് എപ്പോഴും വിഷമിച്ചോണ്ടിരിക്കും ഈ ഇവന്മാരുടെ വർത്താനം കേട്ടിട്ട്. എന്റെ കാര്യം ഓർത്തിട്ടില്ല, ആള് സന്തോഷിക്കുന്നത്. എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഇവള് ആഹാരം കൊടുക്കുന്നത്, എന്റെ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോയില്ലല്ലോ ഇവള്. അതായിരിക്കും ആളുടെ ആത്മാവ് പറയുന്നത്. എന്റെ കുഞ്ഞുങ്ങളെ ഇവൾ ഇട്ടിട്ട് വേറൊരുത്തിനോട് പോയില്ലല്ലോ, എനിക്ക് പോകാൻ പറ്റത്തില്ലെന്നാണ്. അല്ല ഞാൻ ചോദിക്കാം, ഞാനൊരു മനുഷ്യനാണ്. ഇപ്പം സ്വന്തം കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞു കൊല്ലുന്നവരുണ്ടല്ലോ, ഇല്ലേ? കാമുകന് വേണ്ടിയിട്ട് എന്തുവാകട്ടെ, പണ്ടും നടന്നിട്ടുണ്ടല്ലോ കാമുകന് വേണ്ടിയിട്ട് കടലിൽ അടിച്ചു കൊന്നത്. അങ്ങനൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ. 2 മക്കളെ പൊന്നുപോലല്ലേ ഞാൻ നോക്കുന്നത്, ഇല്ലേ? പിന്നെ ആർക്കാണ് ഇവിടെ ഈ സുധിച്ചേണ്ട ആത്മാവിനെ എങ്ങനെയാണ് സങ്കടപ്പെടുന്നത്? ഞാൻ വീണിട്ട് എന്നെ താങ്ങാനാണ് സുധിച്ചേണ്ട ആത്മാവ്. ഇവരുടെയൊക്കെ പ്രാക്ക് കൊണ്ട് എന്തായാലും പ്രാക്ക് ചെയ്ത് ചെറുതായിട്ട് ഏക്കുമല്ലോ, അത് വീണിട്ട് എന്നെ അങ്ങനെ സുധിച്ചേണ്ട ആത്മാവ് എന്നെ കൊല്ലുവാണെങ്കിൽ അന്നേ ആ KSRTC അടിയിൽ ചെന്ന് വീണിട്ട് തലയിൽ കൂടെ KSRTC ബസ് ടയർ കയറി ഇറങ്ങേണ്ടതായിരുന്നല്ലോ.
ഉള്ള കാര്യം പറയുന്നത്. അങ്ങനെ സുധിച്ചേട്ടൻ ആത്മാവിന് സങ്കടപ്പെട്ട് സുധിച്ചേട്ടൻ എന്നെ കൊല്ലാൻ നിൽക്കുമായിരുന്നെങ്കിൽ ഞാൻ നോക്കി ഇങ്ങനെ നിൽക്കുക KSRTC കണ്ടക്ടർ വെച്ച് ഇങ്ങനെ. കാരണം ഇങ്ങോട്ട് വീഴ്ച ഈ തലയെ കൂടെ കയറി ഇറങ്ങിയേനെ എന്ത് ഈ ഒരു ടയർ. പിന്നെ എന്നെ നോക്കണോ? അല്ലെ സുധിച്ചേട്ടൻ ആത്മാവിന് സങ്കടപ്പെടുന്ന നിവന്മാരൊക്കെ പറയുന്നല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ അന്ന് തീർന്നേനെ. എന്നെ ഇങ്ങനെ ഓരോ കൈകളിൽ താങ്ങിക്കൊണ്ടിരിക്കുന്ന സുധിച്ചേട്ടൻ. ഞാൻ എന്താപത്തിൽ വന്നാലും ലാസ്റ്റ് സമയം എന്നെ ഇങ്ങനെ താങ്ങുന്ന ഒരാളാണ്. ആ ആത്മാവ് എനിക്കറിയാം, ആത്മാവിന്റെ സത്യം. പിന്നെ ഇവറ്റകളോടൊന്നും ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. ഈ തരത്തില് ഇപ്പം ഇങ്ങനെയൊക്കെ നെഗറ്റീവ് കമന്റ് വരുന്നതൊക്കെ എനിക്ക് ഇതായാലും തോന്നുന്നതെന്ന് വെച്ചാൽ ചേച്ചി അത്രയും കഷ്ടപ്പെട്ട് തന്നെയാ. കാരണം കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ചേച്ചി ഈ തരത്തിൽ ഓടിയിട്ടാണ് എല്ലാം സാധിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ അപകടത്തിൽ നിന്നൊക്കെ ചിലപ്പോൾ സുധിച്ചേട്ടൻ രക്ഷിക്കുക തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ചേച്ചി എന്ത് ചെയ്താലും നെഗറ്റീവ് വരിക എന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ തരത്തിൽ ആ ഒരു ആക്സിഡന്റിനെ ഒക്കെ തന്നെ ഇവരെല്ലാം വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ചേച്ചിയോട് ചോദിക്കാന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ചേച്ചി ചിന്തിച്ചിട്ടുണ്ടോ, ഓക്കെ സുധിച്ചേട്ടൻ ഇല്ലാത്തതിന്റെ പേരിലാണ് ഞാൻ ഈ തരത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ തരത്തിൽ ഞാൻ നെഗറ്റീവുകൾ കേൾക്കുന്നത് സുധിച്ചേട്ടൻ ഇല്ലാത്തതിന്റെ പേരിലാണ്, ഉണ്ടായിരുന്നെങ്കിൽ ഇതെങ്ങനെ തിരിഞ്ഞേനെന്നാ ചേച്ചി വിശ്വസിക്കുന്നത്? അതായത് ഇങ്ങനെ ഒരു വർക്കുകളൊക്കെ വരുമ്പം ഇത് ഏത് രീതിയിൽ വന്നേനെന്നാ വിചാരിക്കുന്നത്? അതായത് സുധിച്ചേട്ടനുള്ളപ്പോ ഇങ്ങനത്തെ വർക്കുകളിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ അതെ ഒരു നെഗറ്റീവും കിട്ടത്തില്ല എനിക്ക്. ഒരു നെഗറ്റീവ് എനിക്ക് കേൾക്കത്തില്ല. കാരണം ആളുണ്ടല്ലോ. പിന്നെ എന്നെ ഇവന്മാർ എന്നാ നെഗറ്റീവ് അടിക്കാനാ? പിടികിട്ടു ആളുള്ളപ്പോ എനിക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ട് ജോലി കിട്ടിയിട്ട് പോലും എന്നെ വിടാത്ത ആളാണ് ആള്. അപ്പൊ എന്നെ ജോലിക്ക് വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ പോലും ചേച്ചിയുടെ ഫേസ് കണ്ടാലേ വ്യൂസ് കിട്ടുള്ളൂ എന്ന് ഉറപ്പുണ്ടായിട്ടാ ഇവര് കിടന്ന് പാവാടയുടെ വള്ളി കാണിക്കും. ഞാൻ ചിലപ്പോ പാവാടയുടെ വള്ളി കാണിച്ചിരിക്കും. നിങ്ങൾക്ക് എന്നാന്നേ നിങ്ങൾ കാണിക്കുന്നതല്ല നല്ലതാണോ? നിങ്ങളുടെ പ്രവൃത്തി നല്ലതാണോ? നിങ്ങൾ ചിന്തിക്കുക. എന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ വരണ്ട. അങ്ങനെ വ്യൂ കൂടുവാണെങ്കിൽ എന്നെ കൊണ്ട് നിങ്ങളാണ് കഴിയുന്നത്, അല്ല നിങ്ങളെ കൊണ്ട് രേണുസുതി അല്ല കഴിയുന്നത്. ഈ ഒരൊറ്റ ഈ ബ്ലോഗേഴ്സിനെ കൊണ്ട് എന്നെ കുറ്റം പറയുന്ന കാര്യമാണ് പറയുന്നത്. ഇവരെ ഒന്നും കൊണ്ട് രേണുസുതി അല്ല കഴിയുന്നത്, രേണുസുതിയെ കൊണ്ട് നിങ്ങളാ കഴിയുന്നത്. സത്യം. അതെ, ഈ കഴിഞ്ഞ ദിവസമാണെങ്കിലും ചേച്ചി ആ ഒരു ഷൂട്ടിന്റെ ഇടയ്ക്കാണെങ്കിലും ഒരു മീഡിയ സെക്ഷൻ ഓൺലൈൻ മീഡിയയിൽ നിന്ന് തന്നെയുള്ള ഏതോ ഒരാളാണ് പറയുന്നുണ്ടായിരുന്നു, ചേച്ചിയുടെ അനുഗ്രഹം കൊണ്ടാണ് എന്റെ ചാനൽ രക്ഷപ്പെട്ടു പോയി, ചേച്ചിയുടെ തലവെട്ടം കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് വ്യൂസാ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ചാനലാണ്. ഞാൻ ചാനൽ ഓർക്കുന്നില്ല. അതെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ആ വോയിസ് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് കേട്ടപ്പോഴാണെങ്കിലും ഒരുപാട് പേർക്ക് സത്യം പറഞ്ഞാൽ ചേച്ചി കാരണം ഭയങ്കര പ്രയോജനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ചാനൽ ഒരു ചേച്ചിയും വന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമില് ജേണു ആണ് എന്റെ ചാനലിന്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ചേച്ചി കുറെ സംസാരിച്ച് രേണുവിന്റെ ഒരു ഒറ്റ വീഡിയോസിലാണ് എനിക്ക് ഇങ്ങനെ ആയത്. ഇനിയിപ്പൊ രേണു വീഡിയോ തുടങ്ങിയല്ലോ, അതുകൊണ്ട് ഞാൻ കുറയ്ക്കുവാണ് രേണു എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞ ചേച്ചിക്ക് ഇഷ്ടമുള്ളൂ. ഞാനിപ്പോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ എന്റെ വീഡിയോസ് ആരും ഇടണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് പേര് എന്റെ വീഡിയോസ് ഇട്ടിട്ട് ഒരുപാട് നല്ല ചാനലുകളുണ്ട് കേട്ടോ. എന്റെ വീഡിയോസ് റീൽസ് ഇട്ടിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്, പ്രസന്റേഷൻ ചെയ്യിപ്പിക്കും. അവരോടൊക്കെ ഞാൻ ഇനിയും പറയാം, നിങ്ങൾ ഇനി ഇട്ടോളൂ, എനിക്ക് സന്തോഷമുള്ളൂ. അത് ഞാൻ ചാനൽ തുടങ്ങിയതുകൊണ്ട് നിങ്ങൾ എൻ്റെ റീലിടാതൊന്നും ഇരിക്കണ്ട, എനിക്ക് സന്തോഷമുള്ളൂ. ഞാൻ പറയുന്നത് ഈ ക്രിട്ടിസൈസ് ചെയ്യുന്ന കുറെ കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന കുറെ എണ്ണം ഉണ്ടല്ലോ, എന്ത് ചെയ്താലും കുറ്റം. അവരെന്നെ വിറ്റിട്ടല്ലേ, എന്നെ വെച്ചിട്ടല്ലേ അവർ ജീവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, അത് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ജസ്റ്റ് ചോദിക്കുന്നത്, അതായത് മനഃപൂർവ്വം ചേച്ചിയെ നെഗറ്റീവ് പറഞ്ഞാൽ ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ചേച്ചിക്കെതിരെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരുള്ളതായിട്ട് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ? തോന്നാം. കാരണം അതുകൊണ്ടാണല്ലോ അത് തന്നെ അവരെടുത്തിടുന്നത്. അപ്പൊ കുറെ പേര് സപ്പോർട്ട് ചെയ്യും, അപ്പൊ അവർക്ക് വ്യൂ കൂടും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഐശ്വര്യ, എനിക്കറിയത്തില്ല ഇത് എങ്ങനെയായി ഇത് സംഭവിക്കുന്നത്. രേണു സുധി എന്ന് പറഞ്ഞൊരു ഇത് വന്നാ അതിന് വ്യൂ കൂടും. നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് വ്യൂ ഉണ്ട് എനിക്ക്, അത് നന്നായിട്ട്. കാരണം ഉദാഹരണം, എനിക്കൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട് രേണു സുധി. കൊളാബ് ചെയ്യുന്ന പോട്ടെ, അത് നമ്മുടെ വർക്ക് നമ്മൾ എന്തായാലും കൊളാബ് ചെയ്യണം. ഞാൻ എൻ്റെ ഒരു പൊട്ട ഫോണിനകത്ത്, അകത്ത് പൊട്ടിപ്പോയിരിക്കുന്ന ഫോണിനകത്ത് ഞാൻ റീല് ചെയ്യുവാണ്. ഞാനൊരു റീല് ചുമ്മാ ഒരു പാട്ടിട്ടിട്ട് എൻ്റെ ടൈമസ് ഓക്കെ ഇങ്ങനെ ഇട്ട് അപ്ലോഡ് ചെയ്ത് തിരിഞ്ഞു നോക്കി നോക്കുമ്പോൾ 1.2K വ്യൂ, 3.5K. അതെന്താ സംഭവം? കുറ്റം പറയാനാണേലും ക്ലാരിറ്റി ഒന്നുമല്ല വിഷയം, കുറ്റം പറയാനാണേലും എന്നെ കാണാൻ ആളുള്ളത് കൊണ്ടല്ലേ ഇവർ ഈ കിടന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇവർ വല്ലതും പറയുമായിരുന്നു? ഇല്ല. അത്രേ ഉള്ളൂ. അത്രയും ചിന്തിച്ചാൽ മതി അതിനകത്ത്. ഈ തരത്തില് ചേച്ചി വീട്ടിനകത്ത് തന്നെ ഇരുന്ന്, അത് ഇനിയിപ്പോ നിങ്ങൾ പട്ടിണിയാണെങ്കിലും നിങ്ങൾക്ക് ഭക്ഷണം ഇല്ലെങ്കിൽ പോലും നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഹാപ്പിയാണ്. ഞാൻ ഇരുന്നോളാം, എല്ലാരും കൊണ്ട് തരട്ടെ, പൈസ കൊണ്ട് തരട്ടെ, മാസം കൊണ്ട് തരട്ടെ, വിഷയമല്ല. അതെ.
ഈ തരത്തില് ഇപ്പൊ ഈ പറയുന്നത് പോലെ തന്നെ ഇപ്പം ഈ കണ്ടിന്യൂസ് ആക്സിഡന്റ് ഉണ്ടാവുന്നു, അപ്പൊ അതിന്റെ അതൊന്നും തന്നെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിൽ നെഗറ്റീവ് ചത്തില്ലെന്നാ ചോദിക്കുന്നത്. അതെ, എല്ലാരും ഒന്നും ഇല്ല കേട്ടോ. ചില ഇങ്ങനെ ഫ്രസ്ട്രേഷൻ മൂലം ഒന്നും ആകാൻ പറ്റാത്ത കുറെ എണ്ണല്ലേ പെണ്ണുങ്ങൾ തന്നെ. ഒന്നും അതായത് ഇവളുമാര് കെട്ടഞ്ഞ് ശ്രമിക്കുന്നുണ്ട് ഒന്ന് മുഖം ഒന്ന് കാണിക്കാൻ. എവിടെ കാണാന്? കാരണം രേണുസുധീരെ മുഖം ഒന്ന് മാറിയിട്ട് വേണ്ട ഇവളുമാർ ഒന്ന് കാണാൻ. ഉള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നു. ഞാൻ ചിന്തിച്ചതല്ല രേണുസുധീരെ മോന്ത മാറിയിട്ട്, ഇവളുമാരുടെ ചിന്തയാ പറഞ്ഞത്. പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങൾക്ക് ശത്രു എന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഓരോ പെണ്ണുങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ നെഗറ്റീവ് ഇടുന്നത്. പെണ്ണുങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇവളുമാർക്ക് എന്നോട് എന്താണ് ഇത്ര ഇതെന്ന് എനിക്കറിയില്ല. പേഴ്സണലി മെസ്സേജസ് വരാറുണ്ടോ? ഒത്തിരി ഒന്നും വരാറില്ല. ഒരു പ്രാവശ്യം പ്രതീഷിന് മെസ്സേജ് വന്നേക്കുന്നത് ഞങ്ങളുടെ ഒരു വീഡിയോ ഇറങ്ങിയപ്പോൾ, ഇവളുടെ കൂടെ എന്തിനാ നീ അഭിനയിക്കുന്നത്, വേറെ പണിയില്ല, ഞാൻ നിന്റെ വീട്ടിലോട്ട് വരുവാ, അവൾ ഏതാണ്ട് സ്റ്റാൻഡിൽ ഇങ്ങാണ്ട് കിടന്നതാ, ജോലി ചെയ്തതാ, സ്റ്റാൻഡ് ജോലി ചെയ്തതാ, കടയിൽ ജോലി ചെയ്തതാ, എന്നെ അറിയത്തുപോലില്ല. പ്രതീഷ് അവരെ ഏതാണ്ട് പറഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്ത്. പ്രതീഷ് ചേച്ചി ഇങ്ങനൊന്നും പറഞ്ഞേക്കല്ല, അവന് ഇങ്ങനൊന്നും പറഞ്ഞേക്കല്ല, ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞേക്കല്ല, അവൻ ബ്ലോക്ക് ചെയ്തവരെ. അത് ഇത് പൊതുവെ കണ്ടുവരുന്ന ഒരു രീതി ചേച്ചി എന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു പെൺകുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ഡ്രസ്സ് ഇട്ടാല് അല്ലെങ്കിൽ ഒരു ഇഷ്ടമുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവരെ സ്ലട്ട് ഷെയ്മിങ് നടത്തുക. അതായത് ഇവര് മോശമായിട്ട് നടക്കുന്ന സ്ത്രീയാണ്, ഇവർ പലരുടെ കൂടെ പോകാറുള്ളതാണ് എന്ന് പറയുന്ന ഒരു പൊതുവായ ഒരു രീതിയാണ്. ചേച്ചി ശ്രദ്ധിച്ചിട്ടുണ്ടറിയാം, ഇതിനു മുമ്പും പല പെൺകുട്ടികളും ഇത് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇരയായിക്കൊണ്ടിരിക്കുന്നത് രേണു ചേച്ചിയാണെന്നുള്ളത്. ഇപ്പൊ ഈ തരത്തിൽ പെൺകുട്ടികളെ അത്രത്തോളം അധപ്പതിച്ച രീതിയിൽ സംസാരിക്കുന്നവരോട് എന്താ ചേച്ചിക്ക് പറയാം? ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ തന്നെയാണ് ഈ പറയുന്നത്. അതെ, അതാണ് അത്ഭുതം. ഒരു പെണ്ണിന് പാരയാകുമെന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എന്നെ അനുഭവം വെച്ചിട്ട് പറയാം. അല്ല, ഈ മഞ്ഞപ്പിത്തം ഉള്ളവർക്കാണ് മഞ്ഞയായിട്ട് കാണുന്നത്. അവരുടെ സ്വഭാവമാണ് അവർ ഞങ്ങളെ അല്ല എന്നെ പറയുന്നതാണ് ഞാൻ പറയുന്നത്. അവരുടെ സ്വഭാവം എന്നെ അടിച്ചേൽപ്പിക്കുക, അത്രയും ഞാൻ പറയും. കാരണം എന്നെ പറയാൻ എനിക്ക് തിരിച്ചു പറഞ്ഞ എന്നെ ഐശ്വര്യ എന്നെ ഇരുന്ന് പറയാ ഒരു കുറ്റം. ആ സാധനം തന്നെ ഞാൻ അവരെ തിരിച്ചു പറയുന്നു. അവരുടെ സ്വഭാവം അവർ പറയുന്നു, നമ്മുടെ ദേഹത്ത് കേൾക്കുന്നില്ല. എന്തേലും പറയട്ടെ. ശരിയാ, ഒരു ഇപ്പോഴത്തെ 2025 കാലഘട്ടമാ അല്ലേ? എല്ലാരും ഒരു എന്താ പറയാ, ഫാമിലി തന്നെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പോകുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ? എല്ലാം ഒരു കണ്ണിലൂടെ കാണുന്ന ഇവരുടെ കണ്ണിൽ മഞ്ഞപ്പിത്തമാന്നേ. ഒരാണും ഒരു പെണ്ണും ഒന്നും അഭിനയിച്ചോണ്ടേ അത് അന്നേരം അങ്ങ് വേറെ ബന്ധമാവൂ, വേറെ രീതിയിലാവൂ. അതൊക്കെ ഈ കണ്ണിലുള്ള കുറെ കണ്ണിൽ വൃത്തികെട്ട രീതിയിലുള്ള കണ്ണിനകത്ത് മഞ്ഞപ്പിത്തം വെച്ചോണ്ടിരുന്ന കുറെ അലവലാദികൾക്കുള്ള ഒരിതാണ്. അത് അവരുടെ കണ്ണിൽ അത് അങ്ങനെ തന്നെ വരത്തുള്ളൂ. അതുകൊണ്ട് നമുക്കിപ്പോ അതിനകത്ത് ആ മഞ്ഞപ്പിത്തം എടുത്ത് കളയാൻ സ്വന്തമായിട്ട് തീരുമാനിക്കണം, അത് കളയണോ വേണ്ടിയെന്ന്. എന്ന് പറഞ്ഞാൽ ഇവര് പറയുന്ന പോലെ ഞാൻ എന്താണെന്ന് എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം അല്ലേ? അത് മാത്രമല്ല, എന്നെ അടുത്തറിയാവുന്നവർക്ക് മാത്രം എന്നെ അറിഞ്ഞാൽ മതി. വേറെ ആരെയും എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ചേച്ചി ഇപ്പൊ സുധിച്ചേട്ടൻ ജീവിച്ചിരുന്നപ്പോഴാണ് ചേച്ചിക്ക് ഇത്തരത്തിൽ അവസരം കിട്ടി ചേച്ചി ഇങ്ങനെ അഭിനയിക്കാനൊക്കെ പോകുന്നു തീർച്ചയായിട്ടും. അപ്പം അപ്പോഴും സ്വാഭാവികമായിട്ട് ഇപ്പൊ എന്താ പറയാ, ചേച്ചി എക്സ്പോസ് ചെയ്തിട്ട് ഡ്രസ്സ് ഇട്ടാലും അന്നേരവും കുറ്റം പറയാൻ ആൾക്കാരുണ്ടാവും. അതിപ്പോ സുധിച്ചേട്ടൻ ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി പരിധി വരെ കാണത്തുള്ളൂ. അതെ, എന്നാലും എനിക്ക് തോന്നുന്നില്ല അത്രയും കുറ്റം പറയുന്നു. അല്ല ചേച്ചി, നമ്മൾ കോമൺലി കണ്ടിട്ടുള്ളതാ. ഒരുപാട് പേരുടെ കാര്യത്തിൽ കണ്ടിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ്സ് മൂലം ബന്ധം തകർന്ന ആൾക്കാരെ വരെ നമ്മൾ മുന്നിൽ കണ്ടിട്ടുണ്ട്. അപ്പം ചേച്ചിക്കൊപ്പം ആ തരത്തിൽ ഒരു നെഗറ്റീവ് കമന്റ്സ് സുധിച്ചേട്ടനുള്ള ടൈമിലാണ് വന്നിരുന്നെങ്കിൽ സുധിച്ചേട്ടന്റെ ഒരു റിയാക്ഷൻ എന്തായിരിക്കും ചേച്ചി പ്രതീക്ഷിക്കുന്നത്? പോകാൻ പറവാക്കട്ടെ. കാരണം അതായിരിക്കും ആദ്യം പറഞ്ഞത്. പോകാൻ പറവാക്കട്ടെ, ഇതൊക്കെ എന്ത് നമുക്ക് നമ്മളെ അറിയാലോ. കാരണം ലോക്ക്ഡൌൺ ടൈമിൽ ഒരു വലിയ പ്രശ്നം നേരിട്ടാണ് സാമ്പത്തികമായിട്ട്. സുധിച്ചേട്ടനെ എന്റെ വോയിസ്, സുധിച്ചേട്ടന്റെ വോയിസ് ഓഫ് മലയാളി എന്ന് പറയുന്ന ഒരു ചാനലിൽ കൂടെ പുറത്തുവിട്ട് ഭയങ്കരമായിട്ട് ഞങ്ങളെ അപമാനിച്ചു. ഒരുപാട് കമന്റ്സ് ഞങ്ങൾക്കെതിരെ ഒരു കൂട്ടം തന്നെ നിന്നിരുന്നു. അത് ചതിയായിരുന്നു. അത് പിന്നെ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അത് ഈ ആൾക്കാർ അതിനകത്ത് കിടന്ന് കളിച്ചവരെയൊക്കെ അവർക്കറിയാം. ഇപ്പൊ ഞാൻ പറയുന്നവർക്ക്. കാരണം സുധിച്ചേട്ടൻ മരിച്ചപ്പോ അവരെ ആരെയും കണ്ടില്ല, ചതിച്ചവരെ ആരെയും കണ്ടില്ല. അവർക്ക് എന്റെ മുന്നിൽ നിൽക്കാൻ പറ്റത്തില്ല. കൂടെ നിന്ന് ചതിച്ചവരാണ്. അന്ന് പോലും സുധിച്ചേട്ടൻ പറഞ്ഞ വാവട്ടെ, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. നമ്മൾ ഇതൊന്നും കൊണ്ട് പേടിക്കത്തുമില്ല, ആത്മഹത്യയും ചെയ്യത്തില്ല. നമ്മളെ തല്ലിക്കൊന്നപ്പോലും നമ്മൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. സത്യം ഒരു നാൾ പുറത്തു വരും. ഞാൻ സുധിച്ചേട്ടൻ ധൈര്യമായിട്ട് നിൽക്കും. ഞാനില്ല സുധിച്ചേട്ടൻ, നമുക്ക് മുന്നോട്ട് പോകാം, ഇതിന് സത്യം പുറത്ത് വരുമെന്ന് പറയാം. അത് പിന്നീട് സത്യമൊക്കെ വന്നു, എല്ലാവർക്കും മനസ്സിലായ കാര്യങ്ങളൊക്കെ. അത് ചേച്ചി ഇപ്പൊ ഏറ്റവും കൂടുതൽ നേരിട്ട ചോദ്യങ്ങളും അതായിരിക്കും. അതായത് സുധിച്ചേട്ടൻ ഉണ്ടായിരുന്ന ടൈം ആയിരുന്നെന്നുണ്ടെങ്കിൽ ചേച്ചി ഇത്തരത്തിൽ ഡ്രസ്സ് ചെയ്യുമായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ കുറെ കമന്റുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ചേച്ചിയുടെ അക്കൗണ്ടിൽ തന്നെ കണ്ടതാണ്, ഋതുലിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു ഇതില് ചേച്ചി അത്യാവശ്യം എന്താ പറയാ, ഭയങ്കര എന്താ പറയാ, വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഒരു സാരി,
ലെഹങ്ക പോലത്തെ സൂചിച്ചേട്ടൻ മേടിച്ചെന്നാണ്. അതെ, അങ്ങനത്തെ ഒരു ഇത് എനിക്ക് അതെ അല്ലേ, സ്ലീവ്ലെസ് ആയിരുന്നു സ്ലീവ്ലെസ് ആണ്. അതായിരുന്നു ചേച്ചി അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത്. ചേച്ചി അപ്പോ ഈ തരത്തിൽ ഡ്രസ് ചെയ്യാൻ തുടങ്ങുന്നത് സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം അല്ല. അന്ന് എന്നെ അറിയുന്നില്ലല്ലോ ആരും. സുധിച്ചേട്ടൻ മേടിച്ചു തരുന്നെല്ലാം വെസ്റ്റേൺ ഡ്രസ്സ് തന്നെയാണ്. കിച്ചും സുധിച്ചേട്ടനുമാണ് എനിക്ക് സെലക്ട് ചെയ്യുന്ന പോലും. അമ്മയ്ക്ക് ഇത് ചേരും അല്ലേ അച്ഛാ, സ്ലീവ്ലെസ് ആണ് ആ സമയത്ത്. ഇപ്പോഴല്ല, ആ സമയത്ത് കിച്ചു കുഞ്ഞായിരുന്ന അമ്മയ്ക്ക് ഇത് ചേരുമായിരിക്കും അല്ലേ അച്ഛാ. ഇത് അവരാണ് എനിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്, മനസ്സിലായോ. പിന്നെ അന്ന് ആർക്കും അറിയത്തില്ലെന്ന് കഴിഞ്ഞപ്പോ ഞാൻ എന്താ ചെയ്യാന്. അന്ന് ഈ പറഞ്ഞ പോലെ നമ്മള് ചേച്ചിയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അത്രയധികം സജീവമല്ല, ടിക്ടോക്ക് കാര്യങ്ങള് അങ്ങനെയൊക്കെ മാത്രമല്ലേ ചേച്ചി ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കാരണം അറിയപ്പെടാതെ പോയി. പക്ഷെ ഇപ്പം ഇടുമ്പോ എല്ലാരും ശ്രദ്ധിക്കുന്നു, അത്രേ ഉള്ളൂ. അതാണ് അതിന്റെ ഡിഫറൻറ്റ്. അതെ, അത് ഒരു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ എപ്പോഴും വെള്ള സാരി അല്ലെങ്കിൽ ചുരിദാർ ധരിച്ചിരിക്കണം, അങ്ങനത്തെ ഒക്കെ ഒരു കാഴ്ചപ്പാട് ഇപ്പോഴും ഉണ്ട് ഇവിടെ. ഉണ്ട്, തീർച്ചയായിട്ടും. ചിരിക്കാൻ പാടില്ല, സന്തോഷിക്കാൻ പാടില്ല, പുറത്തിറങ്ങാൻ പറ്റില്ല, ആണുങ്ങളോട് നിൽക്കാൻ പറ്റില്ല, ആണുങ്ങളോട് അഭിനയിക്കാൻ പറ്റത്തില്ല, മുട്ടാൻ പറ്റത്തില്ല. അഭിനയമാണ്. അല്ല ചേച്ചി, അഭിനയം അല്ലെങ്കിൽ പോലും ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. അതായത് ഭർത്താവ് മരിച്ചു അല്ലെങ്കിൽ വീട്ടിലൊരു മരണം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി അങ്ങോട്ട് അത് ഏതൊരു പെൺകുട്ടിയാണെങ്കിലും എല്ലാം അടക്കി ഒതുക്കി അല്ലെങ്കിൽ അവര് സന്തോഷിക്കുക, അതായത് ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യരുത്, അല്ലെങ്കിൽ ഒരു നല്ല വസ്ത്രം ഇടാതെ നടക്കണം, ശരിയാണെന്ന് പറയുന്നത് ഒരു ശരിയല്ല. അത് അവരുടെ വീട്ടിലൊരു അവസ്ഥ വരണം, അപ്പോഴേ അവരൊക്കെ പഠിക്കത്തുള്ളൂ. വേറൊന്നും ഒരിക്കലും അവസ്ഥ വരാതിരിക്കട്ടെ ആർക്കും. പക്ഷേ അവരുടെ വീട്ടിലൊരു കുഞ്ഞിന് ഇങ്ങനെ ഒരു അവസ്ഥ, ഒരു പെണ്ണിന് പേട്ട കുഞ്ഞും പെണ്ണും ഒന്നുമില്ല, ഞാൻ മുതുക്കിയെന്ന് എല്ലാവരും പറഞ്ഞു, ഞാൻ തള്ളച്ചിയാന്ന് എല്ലാവരും പറഞ്ഞു. എന്നെ പോലെ ഒരു തള്ളച്ചിക്ക് അവസ്ഥ എന്നെ പോലെ ഒരു ആൾക്ക് ഇത് വന്നാൽ അവര് വീട്ടിൽ ഇരുത്തത്തില്ല. നീ പുറലോകമായിട്ട് മിങ്കിൾ ചെയ്യണം, അങ്ങനെ ഇരിക്കരുത്, മാനസികമായിട്ട് തകരരുത് എന്നല്ലേ പറയത്തുള്ളൂ. ചേച്ചി ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ തന്നെ മുതുക്കി ഓക്കെ, ചേച്ചി അങ്ങനെയല്ല, ചേച്ചി ഭയങ്കര ചെറുപ്പമായിട്ട് തന്നെയാണ് ഇത് ബോഡി ഷേമിങ്ങിന്റെ ഭാഗമായിട്ടാണ് ചേച്ചി ഇത്തരത്തിൽ അവര് പറയുന്നേ. അല്ലെങ്കിൽ പോകട്ടെ, ഈ പ്രായമായിട്ടുള്ളൊരു സ്ത്രീ ആണെങ്കിൽ പോലും ഇതൊക്കെ കല്യാണം കഴിക്കും, അവര് അവരുടെ ഇഷ്ടത്തിനാണല്ലോ. എന്നോട് എത്രയോ പേര് പറഞ്ഞു, മോളെ ഞങ്ങളത് അടിപൊളിയായിട്ട് നല്ല ഒരുങ്ങി സുന്ദരി, പക്ഷെ അവരൊന്നും ലോകം അറിയുന്നില്ല. അവരുടെ കുടുംബക്കാർക്കിടയിലുള്ള കുശുകുശുപ്പും ഇതൊക്കെ ഉള്ളൂ. എന്നെ ലോകം അറിയുന്നത് സുധിച്ചേട്ടന്റെ വൈഫ് ആയതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നെ കുറ്റം പറയാൻ വരുമോ? ഞാൻ എൻ്റെ ഇഷ്ടത്തിന്, അതായത് അഭിനയമെങ്കിൽ അഭിനയം, മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ വേറെ എന്ത് ജോലി, ഞാൻ എങ്ങനെ നടക്കുന്നു ആരും അന്വേഷിക്കാൻ വരുമോ? ഡിഫറെന്റ് പിടി കിട്ടിയോ? ഞാൻ എന്നെ ഈ ലോകം മുഴുവനും അല്ലെങ്കിൽ ഒരു 50% പകുതി ശതമാനം പേരും എന്നെ കുറ്റപ്പെടുത്തുന്നതിന് കാരണം സുധിച്ചേട്ടനെ മലയാളികൾക്കെല്ലാം അറിയാം. അപ്പൊ ആളുടെ വൈഫ് ആയതുകൊണ്ടാണ്, ആള് മരിച്ചുപോയി, ആളുടെ വൈഫ് ആയതുകൊണ്ടാണ് ഈ കുറ്റം മുഴുവൻ പറയുന്നത്. അല്ലെ സുധിച്ചേട്ടൻ ഒരു സിനിമാ നടനോ അല്ലെങ്കിൽ ഒരു കോമഡി ആർട്ടിസ്റ്റോ അല്ലായിരുന്നെങ്കിൽ, ആർക്കും അറിയത്തില്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയാ ജീവിക്കുന്നത്, എന്ത് ചെയ്യുന്ന ആരെങ്കിലും അന്വേഷിക്കൂ. ഇപ്പം അതിൽ നിന്നൊക്കെ മാറിയിട്ട് എനിക്കിപ്പം ചേച്ചിയോട് പേഴ്സണലി ചോദിക്കാനുള്ള ഒരു കാര്യം ചോദിക്കുകയാണ്. ഒരിക്കലും നടക്കില്ല എന്ന് അത്രയധികം ഉറപ്പുള്ള ഒരു ആഗ്രഹം, ഒരിക്കലും നടക്കില്ല എന്ന് അത്രയ്ക്കധികം ചേച്ചിക്ക് ഉറപ്പുണ്ട്, അതിപ്പോ നടക്കാൻ ഒരു അവസരം ലഭിക്കുകയാണ്, എന്തായിരിക്കും അത്? ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, മരിച്ചവരെ കാണിക്കുന്ന മെന്റലിസ്റ്റുകളില്ലേ, അവര് വന്നിട്ട് കണ്ണടച്ചിങ്ങനെ. അപ്പം എനിക്കത് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഉള്ളിൻ്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, സുധിച്ചേട്ടനൊന്ന് കാണണം. ഒറ്റ നിമിഷമാണേലും അതിങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോഴാണ് എനിക്ക് ആ ഒരു നിമിഷം എൻ്റെ ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു നിമിഷമായിരിക്കും അത്. കാരണം ഒരിക്കലും കാണാൻ പറ്റാത്ത ആളെ മുന്നിൽ കാണുക എന്നുള്ളത് ഭയങ്കര. അപ്പം ഞാൻ ഈ ഒരു പ്രേക്ഷകരിൽ ഇടയിൽ ഏതെങ്കിലും മെന്റലിസ്റ്റുകളുണ്ടെങ്കിൽ അവർക്ക് സ്വാഗതം. എന്നെ ഒന്ന് സുധിച്ചേട്ടനെ കാണിച്ചത് ഞാൻ നിങ്ങൾക്ക് റിക്വസ്റ്റ് ആണ്, നിങ്ങളോടുള്ള ഒരു ഏറ്റവും വലിയൊരു താഴ്മയായിട്ടൊരു റിക്വസ്റ്റ് ആണ്, എന്നെ അത് ഒന്ന് കാണിച്ചു തരണം ഏട്ടനെ. അത് ഭയങ്കര ഒരു ആഗ്രഹമാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടേക്ക് വരണം എന്ന് ചേച്ചി ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സുധീലയത്തിൽ തന്നെ വന്ന് കാണിച്ചു തരണം. എനിക്ക് അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. എനിക്കൊന്ന് ഒറ്റ പ്രാവശ്യം ഒന്ന് കണ്ടാൽ മതി സുധിച്ചേട്ടനെ. ആളുടെ ആ ഒരു എനിക്ക് കാണണം, ഭയങ്കര ആഗ്രഹമാണ്. എന്താ അറിയില്ല, കാണണം. എൻ്റെ ഈ റിക്വസ്റ്റ് എളിയ ഈ ഒരു മനുഷ്യ സ്ത്രീ എന്നുപരി ഒരു എളിയൊരു കലാകാരി വിട്ടേക്ക്, ഒരു ഭർത്താവിനെ അത്രമേൽ പ്രിയപ്പെട്ട ഭർത്താവിനെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വൈഫ് എന്ന നിലയിൽ നിങ്ങളോട് റിക്വസ്റ്റ് തരുവാണ്. ഏതേലും മെന്റലിസ്റ്റുകൾ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് സുധിച്ചേട്ടനെ കാണിച്ചു തന്നാൽ ഒരുപാട് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ എനിക്കത് തരാനില്ല അവർക്ക്. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് അതും
അതും എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരിക്കും അത് അതെ, അങ്ങനെ എനിക്ക് തരാൻ പറ്റുന്നത്. അങ്ങനെ ചേച്ചി പറഞ്ഞ പോലെ ഈ ഒരിക്കലും നടക്കാത്ത ആഗ്രഹമായ സുചേട്ടൻ മുന്നേ വരിക എന്നുള്ള സംഭവം അങ്ങനെ മുന്നിലേക്ക് വരികയാണ്. വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ചേച്ചിക്ക് പറയാനുണ്ടാവുക? ഇപ്പൊ ഐശ്വര്യ ചോദിച്ചത് അങ്ങനെ സൂചിച്ചേട്ടൻ മുന്നിൽ വന്നിരുവാണെങ്കിൽ എനിക്കൊരു വലിയൊരു കാര്യം പറയാനുണ്ട് സൂചിച്ചേട്ടൻ്റെ അടുത്ത്. അത് എൻ്റെ ഈ പ്രഷർക്ക് ഞാൻ പറയുവാണ്, പ്രഷർ എടുത്ത് സൂചിച്ചേട്ടൻ മരിക്കുന്നതിൻ്റെ അന്ന് ഏതാനും മണിക്കൂറിന് മുന്നേ അപ്പം നേരത്തെ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഏട്ടന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുവാണ്, ഏട്ടാ വേഗം വാ. അപ്പം ഏട്ടൻ പറഞ്ഞു ഔട്ടെ വരുന്നു. അപ്പം ഞാൻ ചോദിച്ചു എന്താ ഏട്ടാ ഇത്ര ലേറ്റ്, എന്നെ അടുക്കുക അവിടെ റൂമിൽ, എന്നെ അടുക്കുക, വേഗം വായു എന്ന് പറഞ്ഞു. ഔട്ടെ ഞാൻ വരുവാ ഔട്ടെ, അപ്പം പൈസ വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിങ്ങനെ. അപ്പം ഞാൻ ചോദിച്ചു ചേട്ടാ ചുമ്മാ പറയല്ലേ, ചേട്ടൻ നാളെ വേറെ വല്ല ഷൂട്ടിന് പോലെ ഇങ്ങോട്ടാണോ വരുന്നത്? ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത് ഔട്ടാ എന്ന് പറഞ്ഞു ഞങ്ങൾ സൗന്ദര്യപ്പിണക്കമാണല്ലോ, ചെറുതായിട്ട് വഴക്ക് നടന്ന്, വേറൊന്നുമല്ല, വേഗം വാ എന്നുള്ള ഒരു ഇതിൽ എനിക്ക് കാണണം, ഏട്ടനെ കാണണം, കുഞ്ഞിന് വയ്യ, പപ്പായ്ക്ക് വയ്യ, അപ്പം ഏട്ടനും വയ്യ, എന്നാൽ വേഗം വായോ എന്നുള്ള രീതി. എന്താ പറഞ്ഞ് ഞാൻ പിണങ്ങുവാ, എന്നാൽ വേഗം വരുന്നില്ലോ, ചേട്ടൻ ഇതുവരെയായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയില്ലോ എന്ന് പറഞ്ഞു. ഞാൻ പിണങ്ങി ഏട്ടൻ്റെ അടുത്ത്, പിണക്കുവാന്ന് പറഞ്ഞിട്ട് സ്മൈലി അയച്ചു. ചേട്ടൻ പറഞ്ഞു കരയുന്ന സ്മൈലി ചേട്ടൻ ഇങ്ങോട്ട് അയച്ചിട്ട് വാവൂട്ട പിണങ്ങല്ലേ വാവൂട്ട, ഞാൻ വേഗം വരാം എൻ്റെ പൊന്നെ, ഞാൻ വരാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, എൻ്റെ ചാറ്റ് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു ചാറ്റ് ചെയ്യുവാണ്. അവർ ഇല്ല ചേട്ടനോട് ഞാൻ പിണക്കോ, എന്നോട് മിണ്ടണമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ സൂചേട്ടൻ്റെ ഒരു ഫോട്ടോ അയച്ചു തന്നെ, ലാസ്റ്റ് സെൽഫി, ടിനിച്ചേട്ടനും പ്രചോദനനും ഒക്കെ ആയിട്ട് സൂചേട്ടൻ എടുത്ത് ലാസ്റ്റ് സെൽഫി. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. സൂചേട്ടൻ്റെ പല്ലുവേദന, അപ്പോഴാണ് ഞാൻ അറിയുന്ന ഏട്ടന് പല്ലുവേദനയാണല്ലോ. അയ്യോ, അപ്പം ഞാൻ ചുമ്മാ പിണങ്ങുന്നേ, ആരും 5 മിനിറ്റ് പോലും ഞങ്ങളുടെ പിണക്കം നിൽക്കത്തില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഏട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് അയക്കാം. അപ്പൊ ബ്ലാക്ക് ടിക്കേ വീഴുന്നില്ല, അപ്പൊ കാറ് കയറിയെന്ന് തോന്നി. അപ്പൊ ഞാൻ ഏട്ടോ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടൊന്നും റീഡ് ആവുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ പിണക്കം മാറി ഏട്ടാ എന്നൊരു ലവ് ചിഹ്നം ഞാൻ ഇട്ട് കൊടുത്തു, പിണക്കം മാറിയെന്ന് അറിയിക്കാൻ. പക്ഷെ ആ ലവ് ചിഹ്നം ഏട്ടൻ കണ്ടില്ല, അത് കണ്ടില്ല, സീനായില്ല. കാരണം എനിക്ക് എൻ്റെ ഏട്ടൻ അവസാനം പോയത് ഇനി ഏട്ടൻ എന്നെ അറിയാം, 5 മിനിറ്റ് പോലും ഞങ്ങളുടെ പിണക്കം നിൽക്കത്തില്ലെന്നറിയാം. പക്ഷെ എൻ്റെ ഏട്ടൻ മുന്നിൽ വന്നാൽ ഞാൻ അതേ പറയത്തുള്ളൂ, ഏട്ടൻ എനിക്ക് ഒരു പിണക്കവും ഇല്ലായിരുന്നേ. കാരണം അത് റീഡായില്ലടാ. ഏട്ടൻ ആ 2 ബ്ലൂ ടിക്ക് വീണിട്ട് എന്തായാലും വിധി ഏട്ടനെ കൊണ്ടുപോയി. എൻ്റെ ആ ഒരു ബ്ലൂ ടിക്ക്, എൻ്റെ ലവ് ചിഹ്നം, എനിക്ക് പിണക്കമൊന്നുമില്ല ഏട്ടാന്നുള്ളതിൻ്റെ ആ സിമ്പൽ ഇട്ട് കൊടുത്ത് ഏട്ടൻ അത് കണ്ടിട്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് ഏട്ടൻ സമാധാനം. ഏതായാലും ചേട്ടൻ്റെ വിധി, ചേട്ടൻ പോയി. ആ സമയത്ത് ചേട്ടൻ ഞാൻ പിണങ്ങിയെന്ന് ഓർത്തിട്ടാണോ ഒന്നും എനിക്കറിയത്തില്ല. അപ്പം ഏട്ടനെ കാണുവാണെങ്കിൽ എനിക്ക് അത് മാത്രമേ പറയുള്ളൂ, ഏട്ടാ എനിക്കൊരു പിണക്കവും ഇല്ല, ഞാൻ ലവിൻ്റെ ചിഹ്നം ഇട്ട് തന്നാണ്. ഏട്ടൻ അത് റീഡായില്ല, അതിന് മുന്നേ ഏട്ടൻ പോയി. അതെൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ഉള്ളിൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ, ഒരിക്കലും എനിക്ക് തിരുത്താൻ പറ്റാത്തൊരു വേദനയാണ്. ഇനി തിരുത്താൻ പറ്റൂല. കാരണം ആ ഒരു സൂചേട്ടൻ വാവട്ടെ 5 മിനിറ്റ് പോലും ഞങ്ങൾ പിണങ്ങിയിരിക്കത്തില്ല. സൂചേട്ടൻ എനിക്ക് പിണക്കമൊന്നും ഇല്ല കേട്ടോ, ലവ് ഇട്ട് കൊടുത്തിട്ട് അത് ഏട്ടൻ റീഡായിട്ടില്ല. ഒരു ബ്ലൂ ടിക്ക് വീണിട്ടാണ് എനിക്ക് സമാധാനം ഉണ്ടായിരുന്നത്. വേറെ ഒന്നുമില്ല, ഏട്ടൻ അറിഞ്ഞല്ലോ, ഏട്ടൻ പോയി, മുകളിലോട്ട് പോയി, ഏട്ടനെ ദൈവം കൊണ്ടുപോയി. പക്ഷെ ഏട്ടനെ അറിഞ്ഞിട്ടാണല്ലോ ഞാൻ പിണക്കം വരുന്നത്. പക്ഷെ ആ ലാസ്റ്റ് നിമിഷം ഏട്ടനത് കണ്ടില്ല, കാണാതാണ് പോയത്. എന്നെങ്കിലും എനിക്ക് കാണാൻ പറ്റിയ ഞാൻ ഏട്ടനോട് പറയട്ടെ, എനിക്കൊരു പിണക്കവും ഇല്ലായിരുന്നു, ഇപ്പോഴും പിണക്കവും ഇല്ല, ഇപ്പോഴും എനിക്കൊരു പിണക്കവും ഇല്ല സൂചിച്ചേട്ടൻ്റെ അടുത്ത് പറയാൻ. പക്ഷെ അവസരം, നമുക്ക് കാലങ്ങൾ പോയില്ലേ, ആ ഒരു നിമിഷം അതൊന്ന് കണ്ട് ബ്ലൂ ടിക്ക്, അതിപ്പോഴും എൻ്റെ ഫോണിൽ, പണ്ടത്തെ ഫോണിൽ ഇങ്ങനെ ആ ബ്ലാക്ക് ടിക്കിലാണ് കിടന്നുകൊണ്ടിരുന്നത്. സഹിക്കാൻ പറ്റുന്നില്ല, പഴയ ആ ഒരു ഫോണിനകത്തുണ്ട്, അത് ഇപ്പോഴും ആ ബ്ലാക്ക് ടിക്കിലാണ് കിടക്കുന്നത്. അത് സഹിക്കാൻ പറ്റത്തില്ല, അത് എന്നേക്കുള്ളൊരു വേദനയാണത്. അത് സത്യം പറഞ്ഞാൽ ചെറിയ നേരത്തെ ഒരു പിണക്കാണല്ലേ. 5 മിനിറ്റ് പോലും ഞങ്ങൾ ആ 5 മിനിറ്റിന്റെ ഇടയ്ക്കാണ് ഈ ഒരു ആള് ഉറങ്ങിപ്പോയതാണോ, പിന്നെ ഇതെടുത്തില്ലായിരിക്കും, ആള് കാറിൽ കയറിയോണ്ട് ഉറങ്ങുമല്ലോ, സംഭവിച്ചു. പിന്നെ അറിയുന്നത് മരണ വാർത്തയാണല്ലേ. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലല്ലോ അങ്ങനെ ഒരു കാര്യം. ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിൽ ഓർത്തില്ല. രാവിലെ ഞാൻ 5 പ്രാവശ്യമാണ് വിളിച്ചത്, കോൾ ചെയ്തപ്പോ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഞാൻ കണ്ണു തുറന്നുകൊണ്ട് ചേട്ടനെ വിളിക്കുന്നു, ചേട്ടൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. അപ്പോഴും എൻ്റെ വിചാരം മരിച്ചിട്ടില്ല, എവിടെയെങ്കിലും ഉറങ്ങിക്കാണും, ചങ്ങനാശ്ശേരി സ്റ്റാൻഡിൽ വല്ലതും പോയി ഉറങ്ങിക്കാണും. ഞാനും കിച്ചുവിനെ എഴുന്നേറ്റ് പോയി വിളിക്കണം, ഉറക്കക്ഷീണമായിരിക്കുമല്ലോ, പാവം ഉറങ്ങിക്കാണുമെന്ന് ഓർത്തത്. സുജേന്റെ ഫോണൊക്കെ കിട്ടിയിരുന്നു ചേച്ചിക്ക്? ഫോൺ കിട്ടിയായിരുന്നു, അതിനി ഒരിക്കലും നന്നാക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പല സ്ഥലത്തും കൊണ്ടുവന്നു, അതിപ്പോഴും ഇരിപ്പുണ്ട്, അത് ഒരിക്കലും നന്നാക്കാൻ പറ്റില്ല, ഓണാവത്തില്ല. ഡിസ്പ്ലേ ഒക്കെ പോയിട്ടുണ്ടായിരുന്നോ? അതിനകത്ത് ഉണ്ട്, അവസാനമായിട്ട് അയച്ചതും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ അത്
ഓണാക്കാൻ പറ്റുന്നില്ല. ഞാൻ എവിടെയെങ്കിലും എനിക്ക് ഞാൻ കുറേ കടയിൽ കൊടുത്തു നോക്കി, 2-3 കടയിൽ 4-5 കടയിൽ കൊടുത്തു. അവർ പറയുന്നത് പറ്റത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു ഫോൺ എന്താ പറയാ, ഫോൺ കിട്ടുന്നു, അത് ഓരോ ലാസ്റ്റ് മെസ്സേജ് ഓപ്പൺ ആക്കി നോക്കാൻ ആളില്ലാണ്ടായി പോയി എന്നുള്ളൊരു കാര്യം. അതാണ് എനിക്ക് കാരണം എനിക്ക് പിണക്കമില്ല എങ്ങനെ ഇനി ഞാൻ ഏട്ടനോട് ഇത് പറയും, എനിക്ക് പിണക്കമില്ല എന്ന്. കാരണം ഞങ്ങളുടെ വഴക്ക് 5 മിനിറ്റ്, ഞാൻ 10 മിനിറ്റ് നീട്ടില്ലേ ഏട്ടൻ പറവാവട്ടെ, 5 മിനിറ്റ് കൂടുതൽ നമ്മുടെ വഴക്ക് നീട്ടല്ലേ. ഭാര്യ ഭർത്താക്കന്മാർ സൗന്ദര്യപ്പിണക്കം ഉണ്ടാവുമല്ലോ. അതിന് ഞാൻ വേറൊരു കമന്റ് കണ്ട്, ഇവള് വഴക്ക് പിടിച്ചിട്ട് സൂചേട്ടൻ വണ്ടി പോയി ഇടിച്ച് മരിച്ചതാണ്. സൂചേട്ടന് ഡ്രൈവിംഗ് അറിയത്തില്ല, പേടിയാണ് ആൾക്ക്, ബൈക്ക് ഓടിക്കുന്നതിന്റെ പതുക്കെയാണ്. അപ്പൊ എന്തൊക്കെയാണ് ആൾക്കാർ പറഞ്ഞൊപ്പിക്കുന്നത്. അത് നിങ്ങളുടെ ഇടയിൽ സ്നേഹം എത്രത്തോളം ആണ് എന്നറിയാത്തവരായിരിക്കും ചേച്ചി എന്തായാലും ഈ കമന്റ് ഒക്കെ ചെയ്യുന്നുണ്ടാവും. അറിയത്തില്ല, ഞങ്ങളെ അറിയാവുന്ന കുറച്ച് പേരുണ്ട്, അവർക്കേ അറിയത്തുള്ളൂ ഞങ്ങളുടെ സ്നേഹം. ആ ഒരു എനിക്ക് മെന്റലിസ്റ്റ് ഏതേലും ഒരാൾ എന്നെ കൊണ്ട് കാണിക്കണം, ഞാൻ ഇതേ പറയത്തുള്ളൂ സൂചേട്ടാ, എനിക്കൊരു പിണക്കവും ഇല്ല. ചേച്ചി എന്താ പറയാ, ചേച്ചി ഒരിക്കലും മനസ്സ് വിഷമിക്കരുത്. കാരണം എന്ന് വെച്ചാല് ഈ തരത്തില് ആ ഒരു മരണശേഷം ആണെങ്കിൽ പോലും ഇപ്പോഴാണെങ്കിലും ചേച്ചിക്ക് ഇത്രയധികം കുഞ്ഞുങ്ങളെ നോക്കാനാവട്ടെ, ഋതുലിനെ നോക്കാനാവട്ടെ, കിച്ചുവിന് പോക്കറ്റ് മണി അയച്ചു കൊടുക്കാനാവട്ടെ, ചേച്ചിക്ക് കുറച്ചൊരു ക്യാഷ് ചേച്ചിക്ക് സമ്പാദിക്കാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടൊരു വർക്ക് ചേച്ചിക്ക് ലഭിച്ചില്ലേ. അത് ഒരുപാട് ആൾക്കാർക്ക് അതാണ് ഒരു പ്രശ്നം. മെയിനായിട്ടൊരു വരുമാന മാർഗം കണ്ടെത്തുക എന്ന് പറയുന്നതാണ് ഒരുപാട് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് അത് ഇപ്പോഴാണെങ്കിലും ഒരു മനസ്സ് ഇഷ്ടപ്പെടുന്ന പോലെ ഒരു രീതിയിൽ ചേച്ചിക്ക് ഒരു വരുമാന മാർഗമായിട്ട് കുറെ അധികം വർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതാ സുധിച്ചേട്ടന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം തന്നെയാണ്. കാരണം സുധിച്ചേട്ടൻ നിന്ന ഒരു ഫീൽഡാണ് അല്ലേ. സുധിച്ചേട്ടനാണെങ്കിലും നല്ലൊരു പാട്ടുകാരനാകാനായിരുന്നു ആഗ്രഹം എന്ന് പറഞ്ഞു. ഇപ്പൊ ചേച്ചിക്ക് ഇതേ പാട്ട് പാടാൻ അവസരം കിട്ടുന്നു. അതുകൊണ്ട് അപ്പം ആ ഒരു രീതി കാണുമ്പോൾ ചേച്ചിയുടെ ആ ഒരു കരിയറിൽ പോകുന്ന ആ ഒരു ഗ്രോത്ത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് സുധിച്ചേട്ടന്റെ അനുഗ്രഹം തന്നെയാണ് ചേച്ചി. അതുകൊണ്ട് ചേച്ചി ഒരിക്കലും അതാണ് ഇവരൊക്കെ പറയുമ്പോഴും ഞാൻ പറഞ്ഞു സുധിച്ചേട്ടന്റെ അനുഗ്രഹം എന്റെ കൂടെ ഉണ്ട്, സുധിച്ചേട്ടൻ എന്റെ കൂടെ ഉണ്ട്. സത്യം അതാണ്. അതെ, ചേച്ചി ഒരിക്കലും ആ ഒരു രീതിയിൽ ഒരിക്കലും മനസ്സ് വിഷമിക്കരുത്. കാരണം ചേച്ചിക്ക് ആ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവും. ഈ പറയുന്ന നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരികയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും ചേച്ചിക്കും സുധിച്ചേട്ടനും അറിയാം നിങ്ങളുടെ ഇടയ്ക്ക് ഉള്ള സ്നേഹം എത്രത്തോളം വലുതായിരുന്നു, എത്രത്തോളം ആത്മാർത്ഥതയുള്ളതായിരുന്നു എന്നുള്ളത്. അത് നിങ്ങൾ ആരെയും സത്യം പറഞ്ഞാൽ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്താ പറയാനുള്ള എനിക്കറിയില്ല. എന്തായാലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം, എന്നെ അറിയിക്കണേ. ഉറപ്പായിട്ടും ചേച്ചി, ഉറപ്പായിട്ടും. ഇനിയിപ്പോ എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. എന്തായാലും ചേച്ചി ഇനി അധികം അങ്ങോട്ട് വലിയ വലിയ മനോവിഷമങ്ങളൊന്നും തന്നെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ എന്താ പറയാ നോക്കാനുള്ളൊരു രീതി അല്ലെങ്കിൽ ഒരു വരുമാനം ചേച്ചിക്ക് ഉണ്ടാവട്ടെ. അത് എല്ലാ രീതിയിലും നല്ല രീതിയിൽ തന്നെ പോട്ടെ. ചേച്ചിയുടെ മനസ്സ് വിഷമിക്കാതെ മുന്നോട്ട് പോട്ടെ എന്നാണ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിനിപ്പം അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ ചേച്ചിക്ക്? എല്ലാവർക്കും ഒരുപാട് നന്ദി, സപ്പോർട്ട് ചെയ്യുന്നവർക്കും.